ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഒരു നൈറ്റിക്ക് നമുക്ക് സ്ക്വയർ കഴുത്ത് വെച്ചേച്ച് അതിൽ നമുക്ക് ഇതേപോലെ ഒരു ലേസോ നെറ്റിൻ്റെ കഷ്ണമോ എന്തെങ്കിലും വെച്ചേച്ച് ഒരു ഡിസൈൻ നൈറ്റിയാക്കി മാറ്റുന്നതാണ് കാണിക്കുന്നത്. അതിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യം നമുക്ക് നിങ്ങളുടെ അളവിൽ നൈറ്റ് കട്ട് ചെയ്യുക. അതിൽ കൈക്കുഴി മാത്രം കട്ട് ചെയ്തതിന് ശേഷം ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമുക്ക് കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്യാം. ഞാനിതിൽ 3.25 ഇഞ്ചാണ് കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്തിരിക്കുന്നത്. ഒരു 6.5 ഇഞ്ച്, നിങ്ങൾക്ക് 6 ഇഞ്ചാണ് കഴുത്ത് വേണ്ടെങ്കിൽ 1/2 ഇഞ്ച് കൂട്ടിയിടുക. ഇവിടെ ഒരു 1/4 ഇഞ്ച് പോകും, ഇവിടെ ഒരു 1/4 ഇഞ്ച് പോകും. അതുകൊണ്ട് 1/2 ഇഞ്ച് കൂട്ടിയിടണം. 6 ഇഞ്ച് മതിയെങ്കിൽ 6.5 ഇഞ്ച് എടുക്കണം. അത് നമുക്ക് ഇങ്ങനെ ചതുരമായിട്ട് കട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിങ്ങനെ നീളത്തിൽ നമുക്ക് ഷോൾഡർ വരുന്ന പീസും കൂടി കട്ട് ചെയ്ത് മാറ്റണം. ആദ്യം കഴുത്ത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതോടൊപ്പം തന്നെ നമ്മൾ ഇങ്ങനെ ഷോൾഡറിൻ്റെ പീസും കൂടി കട്ട് ചെയ്യുവാണ്. അതിനുശേഷം അവിടെ നിന്ന് ഒരു 4 ഇഞ്ച് താത്തി ഇവിടെ ഒരു 1/4 ഇഞ്ച് തുമ്പ് പോവും, ഇവിടെ ഒരു 1/4 ഇഞ്ച് തുമ്പ് പോവും. അപ്പം നമുക്കിവിടെ കിട്ടുന്നത് 3.5 ഇഞ്ച് വീതിയാണ്. അപ്പം നമ്മളത് 4 ഇഞ്ച് വീതിക്ക് ഈ കൈക്കുഴി ഇവിടെ വരുന്നതിന് അവിടെ നിന്ന് 1 ഇഞ്ച് താത്തി നമ്മൾ ഈ പീസും കൂടി കട്ട് ചെയ്യുന്നു. ഇത് നമ്മുടെ ഈ നെറ്റിൻ്റെ പീസിൻ്റെ ലൈനിങ് ആണ്. ഇങ്ങനെ നെറ്റ് വരുന്ന പീസിൻ്റെ ലൈനിങ് ആണ്. ഇതിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഈ പീസ് വരുന്നതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ചായ്വ് കാണുന്നുണ്ടല്ലോ, അത് നമ്മൾ ഈ പീസിൽ കട്ട് ചെയ്യുന്നു. കറക്റ്റാക്കി ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിതിങ്ങനെ ഈ സൈഡ് ഇങ്ങനെ ചേർത്ത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ നൈറ്റി പീസിൽ നിന്ന് കട്ട് ചെയ്ത ഈ പീസിൻ്റെ അളവിൽ നമുക്കൊരു ലൈനിങ് വേണം. മുകളിലേക്ക് തയ്ക്കാനായിട്ട് നെറ്റിൻ്റെ പീസും വേണം. ആ നെറ്റിൻ്റെ പീസ് നമ്മൾ കൈക്കുഴിയുടെ അവിടെ നിന്ന് ഒരു സ്വല്പം ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യുവാണ്. നെറ്റ് മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് ഈ ഒരു ഷേപ്പിൽ നമ്മൾ പീസ് എടുക്കുന്നു. ഇങ്ങനെ ഇനി ഈ പീസിൻ്റെ അളവിൽ നമുക്ക് ഈ സൈഡിലേക്ക് ഈ പീസിൻ്റെ ഒരു കഷ്ണം വെച്ച് കൊടുക്കണം. നമ്മൾ കട്ട് ചെയ്യേണ്ട പീസുകളെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇത്രയും പീസ് നമ്മൾ ആ ഷോൾഡർ കട്ട് ചെയ്ത പീസിനും നമ്മൾ ഇതേപോലെ ഒരു ലൈനിങ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി തയ്ക്കുന്ന എങ്ങനെ നോക്കാം. ഷോൾഡർ പീസ് നമ്മൾ ലൈനിങ് ഇട്ട് അടിച്ച് മറിച്ച് സൈഡിൽ ഒരു അടിപ്പും കൊടുക്കുകയാണ്. നമ്മൾ ഐഡിയയിൽ ലൈനിങ് ആയിട്ട് ഇടുന്നത് വേറെ ഏതെങ്കിലും കളറാണെങ്കിൽ, വൈറ്റ് കളറൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ സൈഡ് വഴി കഴുത്തിൻ്റെ കാണാത്ത രീതിയിൽ വേണം നമ്മളിതിങ്ങനെ മടക്കി തയ്ക്കാൻ. ആ ഷോൾഡറിൻ്റെ പീസ് നമ്മൾ തയ്ച്ചെടുത്തു. ഇനി നമുക്ക് ഈ നെറ്റിലേക്ക് നമ്മൾ പീസ് കട്ട് ചെയ്ത് മാറ്റിയ പീസിന് പകരം നമ്മൾ ഈ നൈറ്റിയുടെ പീസ് തന്നെ വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ കൈക്കുഴിയുടെ ഈ വശം വരത്തക്ക രീതിയിൽ നമ്മൾ ഇതിലേക്ക് ഈ മുറിച്ച് മാറ്റിയിരിക്കുന്ന ഈ പീസ് ഇങ്ങനെ വെച്ച് ഇതിങ്ങനെ വരുമ്പോൾ കൈക്കുഴി ഇങ്ങനെ പോകണം. ഇതിൻ്റെ ഈ പീസിൻ്റെ പുറത്തുകൂടി നമ്മൾ ഒരു അടിപ്പൊടി കൊടുക്കുന്നു പതിച്ച്. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും പിടിപ്പിച്ചെടുക്കാം. ഈ നെറ്റ് അടിച്ചെടുത്ത പീസിൻ്റെ അടിയിൽ നമ്മൾ നൈറ്റിന്ന് അടിച്ചെടുത്ത പീസ് വയ്ക്കുക. ഇങ്ങനെ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ പീസ് കൈക്കുഴിയുടെ എങ്ങോട്ടാണ് വരണ്ടതെന്ന് നോക്കിയതിന് ശേഷം ഇങ്ങനെ പോകേണ്ടതാണ്. ഇങ്ങനെ പോകേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇടുന്നു.
ഇവിടെ ഇങ്ങനെ കറക്റ്റാക്കി വെച്ച് ഇവിടെ ഇങ്ങനെ കറക്റ്റാക്കി വെക്കുക. വേണമെങ്കിൽ നമുക്കിതിങ്ങനെ ഒന്ന് അടിച്ച് വേണമെങ്കിലും കൊടുക്കാം, ഇത് പോകാതിരിക്കാനായിട്ട്. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ച് ഇങ്ങോട്ടിങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ എടുത്തിരിക്കുന്ന ലൈനിങ്, ഇനി നമുക്ക് പോകേണ്ടത് ലൈനിങ് ആണ്. ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ലൈനിങ് വെച്ച് അടിച്ചെടുക്കാം. ഇനി അടിക്കുമ്പോൾ നമ്മൾ നേരെ ആ നെറ്റും എല്ലാം കൂടി ചേർത്ത് ഈ ലൈനിങ്ങുമായിട്ട് വെച്ച് ഇതാ ഇങ്ങനെ എത്തി അടിക്കുകയാണ്. ലൈനിങ്ങനെ കഴുത്ത് വെച്ചിട്ടേക്ക് ആക്കിയതിന് ശേഷം ഇതാ ഷോൾഡർ പീസ് ഇതാ ഇങ്ങനെ വന്നു, കൈക്കുഴി ഇതാ ഇങ്ങനെ പോയി. ഇനി ഈ പീസ് കഴുത്തിൻ്റെ അവിടെ വരുന്ന ഈ പീസിനെ നമ്മളിതാ ഇങ്ങനെ ആക്കി ഇതാ ഇവിടെ നിന്ന് മുതൽ നമ്മളിങ്ങനെ ഇതിൻ്റെ പുറമെ അറ്റം വരെ ഒരടിപ്പ് കൊടുക്കുവാണ്. ഈ ലൈനിങ്ങിൻ്റെ പീസ് ഇതിലേക്ക് പോകുമ്പോൾ നമ്മളുടെ ഷോൾഡറിൻ്റെ ഈ അടിപ്പ് ഇതിൻ്റെ ഉള്ളിലായിപ്പോയി, നമുക്ക് കാണാമല്ലോ. ഇതിങ്ങനെയാണ് അടിക്കുന്നത്. ഇനി ഈ നൈറ്റി പീസിൻ്റെ പുറത്തേക്ക് നമ്മൾ ഈ അടിച്ചെടുത്തിരിക്കുന്ന പീസ് ഇതാ ഇങ്ങനെ ഒന്ന് വെച്ച് അടിച്ച് വെക്കുവാണ്. പീസെല്ലാം കറക്റ്റാക്കി വെച്ചതിന് ശേഷം കൂടി നമുക്കൊരു പച്ചടിയും കൂടി കൊടുക്കാം. ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.